പക്ഷേ ഏതൊരു തരത്തിലുള്ള ദുഃഖമാണെങ്കിലും, അത് രോഗദുഃഖമാണെങ്കിലും ദാരിദ്ര്യ ദുഃഖമാണെങ്കിലും, ഭാഗവതാദി പുരാണങ്ങളിലൊക്കെ പറയും, ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചിട്ടുള്ള ഒരുവന് തന്റെ മുന്നിൽ വന്ന് മറ്റൊരാൾ വിശപ്പുണ്ട്, എനിക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് കൈനീട്ടിയാൽ ഒട്ടും മടിക്കാതെ ആ ഭക്ഷണം കൊടുക്കാൻ, അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ളത് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. ഒട്ടും സംശയിക്കില്ല. എന്തുകൊണ്ടാണ്? ഇയാൾക്കറിയാം വിശപ്പിന്റെ ആ ഒരു തീവ്രത. അല്ലെ, തനിക്കൊരവസരത്തിൽ വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കിട്ടാത്ത ഒരു അവസ്ഥ അത് അനുഭവിച്ചിട്ടുള്ള ആളാണ്, ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഏതൊരു ദുഃഖത്തിന്റെയും രുചി അറിഞ്ഞവൻ തനിക്ക് എന്ന പോലെയാണ് മറ്റുള്ളവരെയും കാണുക. രോഗം ബാധിച്ചിട്ടുള്ളവർക്ക് അതേ രോഗം മറ്റൊരാൾക്ക് ബാധിക്കുമ്പോൾ അവർക്കറിയാം, അവർക്ക് ബോധ്യപ്പെടും എത്രത്തോളം വേദനാജനകമാണ് ആ രോഗം, എത്ര ക്ലേശമുണ്ട് എന്നാണ്. സത്യാസത്യങ്ങളിൽ ശത്രുക്കൂട്ടത്തിൽ ശ്രദ്ധ വയ്ക്കുമ്പോൾ സശ്രദ്ധർവധ്യരാം ശുഷ്കതൃണത്താൽ തേൻ കണക്കിനെ കുലത്തിൽ ദുഃഖമേറ്റൊരു വൈരം തെല്ലും ശമിച്ചിടാം കുലത്തിങ്കൽ ഉള്ളോരാരാണെന്നു ചൊൽവോരു ഉളവായി വരും വൈരങ്ങളെ അടക്കിയിട്ട് സാന്ത്വം ചെയ്യും നരേശ്വര പറയിന്മേൽ നിറകുടം പോലി അയാളെ ഉടച്ചിടും. ഇത്തരത്തിൽ പല ഉപദേശങ്ങളും ഗാഥകളുമൊക്കെ ഇവിടെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പൂജനി രാജാവിന് ഉപദേശങ്ങളെ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വീണ്ടും മറുപടി പറഞ്ഞു രാജാവ്, അവിശ്വാസം കൊണ്ട് അർത്ഥത്തെ നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ മനുഷ്യരാണെങ്കിലും മറ്റൊരാളെ ഭയന്നുകൊണ്ട് ആണ് ഒരുവൻ ജീവിക്കുന്നത് എങ്കിൽ അവൻ മൃതപ്രായനാണ്. ഇങ്ങനെയൊക്കെ രാജാവിന്റെ ആ വാക്ക് കേട്ടിട്ടും പൂജനി സഖ്യം ചെയ്യാൻ കൂട്ടാക്കുന്നില്ല. ഇനിയും ഞാൻ അങ്ങയോടുകൂടെ ജീവിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കുറെ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ രോഗമുള്ള ഒരുവൻ, കണ്ണിന് രോഗം ബാധിച്ച ഒരുവൻ ആ തുറന്നു പിടിച്ച കണ്ണുമായിട്ട് അതിശക്തമായിട്ടുള്ള കാറ്റ് ഏൽക്കുന്നത് പോലെയാണ്. കണ്ണിന് രോഗം ബാധിച്ച ഒരുവന് അതിശക്തമായ കാറ്റ് ഏൽക്കുമ്പോൾ അത് രോഗത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അതുപോലെ ദുഷിച്ച മാർഗത്തിൽ മോഹത്തിനടിമപ്പെട്ടുകൊണ്ട് ഒരുവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ, ജീവിക്കുകയാണെങ്കിൽ അത് അവന്റെ നാശത്തിന് വഴിവെക്കും. കാലത്തിനെ മനസ്സിലാക്കാതെ, ഇപ്പൊ കൃഷി ചെയ്യുന്നവർക്ക് കാലാവസ്ഥയെക്കുറിച്ചിട്ടുള്ള ഒരു സാമാന്യമായ ജ്ഞാനം ഉണ്ടായിരിക്കും. പണ്ടൊക്കെ കൃഷിക്കാരെ നോക്കിയാൽ കാണാം, അവർ ഓരോ കൃഷി ചെയ്യുമ്പോഴും ആ സമയത്ത് എന്താണ് വിത്ത് വിതയ്ക്കാൻ അനുയോജ്യമായത്, ധാരാളം ജലം വേണ്ടത്, ജലം സുലഭമല്ലാത്തിടത്ത് ധാരാളം ജലം വേണ്ട ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് അനുകൂലമായ കാലം, മഴക്കാലം ആരംഭിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടും എന്നുറപ്പുള്ള സമയത്തെ അങ്ങനെയുള്ള കൃഷി ചെയ്യും. ഇനി അധികം വെള്ളം വേണ്ടാത്ത ചില കൃഷി, അപ്പൊ അതൊക്കെ എപ്പോ ചെയ്യും? കുറച്ച് വേനൽക്കാലമായാലും സാരമില്ല, അതിന് പാകമായ രീതിയിൽ ഭൂമിയെ ഒരുക്കിയിട്ട് ആ കൃഷി ചെയ്യും. അപ്പൊ ഈ പ്രകൃതിയെക്കുറിച്ചും ആ കൃഷി രീതികളെക്കുറിച്ചും അറിയാത്ത ഒരുവൻ കൊണ്ടുവന്ന് വിപരീതമായിട്ട് വിത്ത് വിതച്ചാൽ എങ്ങനെ ഇരിക്കും? കാലം തെറ്റിയിട്ടുള്ള കാലത്ത് കൊണ്ടുപോയി വിത്ത് വിതച്ചാൽ അതിൽ നിന്ന് പ്രയോജനം കിട്ടില്ല, അതിൽ നിന്ന് ഫലമുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ കാലമറിയാതെ കൃഷി ചെയ്താൽ നഷ്ടം സംഭവിക്കുന്നത് പോലെ എന്നാണ്. ഇത്തരത്തിൽ ഉപദേശങ്ങളെയൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ നിന്നും പറന്നു പോവുകയാണ് ചെയ്യേണ്ടത് ആ പക്ഷി. അപ്രകാരം ആ പൂജനിയുടെ ഉപദേശത്തെ ഇവിടെ പറഞ്ഞ ശേഷം പിന്നീട് അടുത്തതായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് മറ്റൊരു സംവാദമാണ്.
വായുവും അഥവാ കാറ്റും ഇലവു വൃക്ഷവും തമ്മിലുള്ള സംവാദമാണ് പിന്നെ ഇവിടെ ഉദാഹരിക്കുന്നത്. ഒരിക്കൽ എങ്ങനെയാണ് ആപത്തുണ്ടാവുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദാഹരണം ഇവിടെ പറയുന്നത്. ഇപ്പൊ ഒരു ഇലവ് വൃക്ഷം അതങ്ങനെ പടർന്ന് പന്തലിച്ച് ധാരാളം പൂക്കളോടുകൂടി ഇലച്ചാർത്തോടുകൂടി ശാഖോപശാഖകളായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നാരദ മഹർഷി അതിൻ്റെ അടുത്ത് വന്ന് അതിനോട് ചോദിക്കുകയാണ്, നിനക്ക് അതിശക്തമായിട്ടുള്ള കാറ്റ് വീശുമ്പോൾ ആ കാറ്റിനെ ഭയമില്ലേ? ഒരു ശക്തമായ കാറ്റടിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ വൃക്ഷമാണെങ്കിലും കടപുഴകി വീണു എന്ന് വരാം എന്നിങ്ങനെ ചോദിക്കുകയും അപ്പോഴാണ് ആ ഇലവ് വൃക്ഷം പറഞ്ഞു, ഇല്ല, എനിക്ക് കാറ്റിനെ ഒന്നും ഭയമില്ല. എത്ര വലിയ കാറ്റ് വീശിയാലും എനിക്ക് അതിനെ തടഞ്ഞു നിർത്താൻ കഴിയും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഒരു ധാർഷ്ട്യത്തോടുകൂടി ധിക്കാരത്തോടു കൂടിയിട്ടുള്ള ഈ ഇലവ് വൃക്ഷത്തിന്റെ ഈ വാക്ക് കേട്ടിട്ടാണ് വായു പറഞ്ഞു എന്നാണ്. വായു മുന്നിൽ എത്തിയിട്ട് പറഞ്ഞു, വായുദേവൻ, എന്റെ പ്രഭാവത്തെ, എന്റെ ശക്തിയെ നിനക്ക് തടുക്കാൻ പറ്റുമോ? നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. നാളെ ഞാൻ നിന്നെ പരീക്ഷിക്കാനായിട്ട് വരും എന്ന് പറഞ്ഞ് വായു പോവുകയാണ്, മടങ്ങിപ്പോവുകയാണ്. നാരദ മഹർഷിയും മടങ്ങിപ്പോയി. അപ്പൊ അന്ന് രാത്രിയിൽ ഈ ഇലവ് വൃക്ഷം ആലോചിക്കുകയാണ്, താൻ എത്ര ആഴത്തിൽ വേരൂന്നിയ ഒരു വൃക്ഷമാണെങ്കിലും അതിശക്തമായിട്ടുള്ളൊരു കാറ്റ് വീശിയാൽ ഒരുപക്ഷെ കടപുഴകി വീഴാം. മാത്രമല്ല ഈ ഇലവ് വൃക്ഷത്തിനൊരു കുഴപ്പമുണ്ട്, അതിനത്ര ബലമില്ല. അപ്പൊ എൻ്റെ ഈ ശിഖരങ്ങളും ഈ കമ്പുകളുമെല്ലാം ഉരിഞ്ഞു പോയി എന്ന് വരാം, ഒരുപക്ഷെ വേരറ്റ് താഴെ പതിച്ചു എന്ന് വരാം. അപ്പൊ നാളെ ഈ വായു അതിശക്തമായിട്ട് വീശാൻ തുടങ്ങുന്നതിന് മുൻപ്, അതിശക്തമായിട്ടുള്ള കാറ്റ് വീശാൻ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ തന്നെ അതിന് തയ്യാറെടുത്ത് നിൽക്കാം എന്ന് കരുതിയിട്ടാണ് എന്തു ചെയ്തു, ഈ ഇലവ് തന്നെ സ്വയം അതിൻ്റെ പൂക്കളെയെല്ലാം കൊഴിച്ചു, അതിൻ്റെ ഇലകളെയെല്ലാം കൊഴിച്ചു, അതിൻ്റെ വലിയ കൊമ്പുകളെയെല്ലാം ഒടിച്ചു വീഴ്ത്തി. അങ്ങനെ പൂവും ഇലയും ശിഖരങ്ങളും ഒക്കെ മാറ്റിയിട്ട് ഒരു ചെറിയ തടി മാത്രമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പിറ്റേ ദിവസം ഈ വായു വരുമ്പോഴാണ്, അതിശക്തമായിട്ട് അങ്ങനെ വീശി വരുമ്പോഴാണ് നോക്കുമ്പോൾ ഇന്നലെ പടർന്നു പന്തലിച്ച് നിന്നതായിട്ടുള്ള ഇലവ് വൃക്ഷം ഇന്ന് ശാഖകളെയൊക്കെ കൊഴിച്ച് പൂവ് കൊഴിച്ച് എല്ലാം ഉപേക്ഷിച്ച് നിൽക്കുന്നതായ ഒരു അവസ്ഥയാണ്. അപ്പൊ വായു അത്ഭുതത്തോടു കൂടി ചോദിച്ചു എന്നാണ്, ഞാൻ അതിശക്തമായി വീശിയാൽ പോലും ഇത്രയൊക്കെ വരാനുള്ളൂ, അതിശക്തമായിട്ടുള്ള കാറ്റടിച്ചാലും നിനക്ക് സംഭവിക്കാൻ പോണത് ഇതൊക്കെയാണ്, നിന്റെ ഇല കൊഴിയും, പൂക്കൾ കൊഴിഞ്ഞു പോവും, വലിയ വലിയ ചില്ലകളൊക്കെ ഒടിഞ്ഞു വീണു എന്ന് വരാം. അതാണ് ഞാൻ നിന്നെ ആക്രമിച്ചാലും സംഭവിക്കാൻ പോണത്. പക്ഷേ നീ അത് തന്നെത്താനെ ചെയ്തു, ഞാൻ വരണതിന് മുമ്പ് തന്നെ ചെയ്തു. ഇപ്പോ നിന്റെ ദുർമന്ത്രിതം കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്നാണ്. വലിയൊരു ആപത്ത് വരാൻ പോണു എന്ന് കണ്ടിട്ട് നീ നേരത്തെ തന്നെ ഇതൊക്കെ ചെയ്തു വെച്ചു. അത് നിന്റെ ഒരു അഹങ്കാരമാണ്, ഒരു ധാർഷ്ട്യം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാറ്റവിടുന്ന് അവനെ ബാധിക്കാതെ പോയി എന്നാണ്. അപ്പോൾ ഈ ഒരു സംവാദത്തെ ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, വൈരമുള്ളിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കാൾ ബലവാന്മാരോട് വൈരം വെച്ചുകൊണ്ട്
ഇരുന്നാൽ സംഭവിക്കുന്ന ആപത്ത് ഇന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഉദാഹരണത്തെ പറഞ്ഞത്. വീണ്ടും അടുത്ത സംശയം ചോദിക്കുകയാണ് ഇവിടെ അഗസ്ത്യൻ സുബ്രഹ്മണ്യനോട്. ഈ ആപത് ഉന്മൂലനത്തിനായിട്ട്, ആപത്തിനെ നീക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആപത്തുകൾ ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയായിട്ട് പറഞ്ഞു,